ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വുഡ്വേർഡ് ഫിഷർ റൂള് പഠിച്ചു. അന്ന് പറഞ്ഞതാണ് നമുക്ക് ലാംഡ മാക്സ് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കണം എന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ലാംഡ മാക്സിൻ്റെ കാൽക്കുലേഷൻസ് നോക്കാം, കുറേ കോമ്പൗണ്ടുകളുടെ. ബിഫോർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു വുഡ്വേർഡ് ഫിഷർ റൂൾ? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ലാംഡ മാക്സ് ഫോർ എ ഗിവൺ സ്ട്രക്ചർ തിയററ്റിക്കലി ഒരു സ്ട്രക്ചറിൻ്റെ ലാംഡ മാക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ വുഡ്വേർഡ് ഫിഷർ റൂൾ യൂസ് ചെയ്യുന്നത്. അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടത്? നമ്മുടെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കണം. സ്ട്രക്ചറിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് അവർ കോമ്പൗണ്ട് ഈസ് ഹോമോ ഓർ ഹെട്രോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഹോമോ ആനുലാർ എങ്ങനെ വരും, ഹെട്രോ ആനുലാർ എങ്ങനെ വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹോമോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് വാല്യൂ എത്ര കൊടുക്കും, അതുപോലെ ഹെട്രോ ആണെങ്കിൽ ബേസ് വാല്യൂ എത്ര കൊടുക്കും, ഇതെല്ലാം പഠിച്ചു. ദെൻ ഹോമോ ആൻഡ് ഹെട്രോ കോമ്പിനേഷൻ അതാണ് വരുന്നതെങ്കിൽ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് എ ഹോമോ ആനുലാർ ബിക്കോസ് ഇറ്റ്സ് ബേസ് വാല്യൂ ഈസ് ഹൈ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ദെൻ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഇപ്പോൾ ക്ലിയർ ആണല്ലോ, എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബേസ് വാല്യൂവിൻ്റെ കൂടെ ഒരു 30 കൊടുക്കും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ആയിരുന്നിരുന്നാലും പിന്നെ നമ്മൾ പഠിച്ചതാണ് റിംഗ് റെസിഡ്യൂസ്, അതുപോലെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ്, പോളാർ ഗ്രൂപ്പ്. ഇതെല്ലാം പോളാർ ഗ്രൂപ്പ് അവിടെ നിന്നോട്ടെ, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഇതുവരെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബേസ് വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് പ്രസൻ്റ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, എത്ര എണ്ണമുണ്ട്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര എണ്ണം, ഫോർ എക്സാമ്പിൾ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ എത്ര എണ്ണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എത്ര എണ്ണം വന്നിട്ടുണ്ട്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആ എണ്ണം നമുക്ക് വേണം. ഇഫ് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഈസ് 2, ഇപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഒന്നും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഡൈയിൻ സിസ്റ്റം അല്ലാതെ ഡബിൾ ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നില്ലേ, അതുപോലെ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ എണ്ണത്തിന് അവിടെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഇൻക്രിമെൻറ്റ് വാല്യൂ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ട് എങ്കിൽ ഇൻക്രിമെൻറ്റ് വാല്യൂ 30 ആണെന്ന് പറഞ്ഞു. അതിപ്പോൾ 2ഓ അതിലോ 3ഓ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് നമ്മുടെ ബേസ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. 2ഓ 3ഓ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണം ഇതിൻ്റെ ഈ 30യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ബേസ് വാല്യൂവിനൊപ്പം ആഡ് ചെയ്യേണ്ടത്. മറന്നു പോരുത്. ഇത് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷനിൽ നോക്കണം, എക്സോസൈക്ലിക് നോക്കണം, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സിൽ നോക്കണം, റിംഗ് റെസിഡ്യൂ ഉണ്ടെങ്കിൽ നോക്കണം, അതുപോലെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ്, ഇതിലെല്ലാം എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എണ്ണമാണ് ഇമ്പോർട്ടൻറ്റ്. എണ്ണത്തിൻ്റെ കൂടെ നമ്മുടെ ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി, അതിൻ്റെ ബേസ് വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ റിംഗ് റെസിഡ്യൂ ഇനി ചെയ്യാൻ അറിയാമല്ലോ, തെറ്റിപ്പോയില്ലല്ലോ റിംഗ് റെസിഡ്യൂ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ്, ഇതിൻ്റെ എല്ലാം എത്ര എണ്ണം വീതം വരുന്നു എന്നുള്ളത് നോക്കി നമ്മുടെ ആക്ച്വൽ വാല്യൂവിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുക്കണം. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ടേബിൾ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ ഈ ടേബിൾ പഠിക്കണം എന്ന് പറഞ്ഞതാണ്. ഈ ടേബിൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ ഇനി ഈ സ്റ്റെപ്സ് ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. എന്തായിരുന്നു? നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഇതേ രീതിയിൽ നമ്മളൊരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വിട്ടു പോരില്ല. കറക്റ്റായിട്ട് ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബേസ് വാല്യൂ ഓഫ് അവർ സ്ട്രക്ചർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാരൻറ്റ് ഡൈയിൻ ഹോമോ ആനുലാർ ഡൈയിൻ ആണോ ഹെട്രോ ആനുലാർ ഡൈയിൻ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഹോമോ ആനുലാർ ഡൈയിൻ ആണെങ്കിൽ ബേസ് വാല്യൂ ഒരു എത്രയാണ്? 253. ഹെട്രോ ആനുലാർ ആണെങ്കിൽ 214. അതവിടെ എഴുതുക. ദെൻ നമ്പർ ഓഫ് റിംഗ് റെസിഡ്യൂസ്. Then second step, we have to find out the number of ring residues. Then next one, number of alkyl substituents. Then number of double bond extending conjugation. Then number of exocyclic double bonds. And then last step, if there is any polar group present or not. Polar group present ആണോ അല്ലേ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. Then ഇതെല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം ഇത് ഓരോന്നും ആഡ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ലാംഡ മാക്സ് വാല്യൂ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാംഡ മാക്സ് വാല്യൂ തിയററ്റിക്കലി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കണം. ക്ലിയർ ആയല്ലോ? സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അവർ പാരൻറ്റ് ഡൈയിൻ്റെ ബേസ് വാല്യൂ. ദെൻ എന്ത് കണ്ടുപിടിക്കണം? അവർ കോമ്പൗണ്ട് ഈസ് ഹോമോ ആനുലാർ ഡൈയിനാണോ ഹെട്രോ ആനുലാർ ഡൈയിനാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then second one, number of ring residues are present or not. Is there any ring residues are present? ഉണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. Then alkyl substituents present ആണോ അല്ലേ എന്നുള്ളത് നോക്കുക, ഉണ്ടെങ്കിൽ എത്ര എണ്ണം. Then double bond extending conjugation is present or not. Then exocyclic double bonds ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then last പോളാർ ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്. ഇതുണ്ടെങ്കിൽ അത് ഏത് പോളാർ ഗ്രൂപ്പാണ് ഡിപ്പെൻഡിങ് ഓൺ ദ പർട്ടിക്കുലർ പോളാർ ഗ്രൂപ്പ്. പോളാർ ഗ്രൂപ്പ് വരുമ്പോൾ പലതിനും പല വാല്യൂ ആണ്. ആ വാല്യൂ കൊടുക്കുക, ആഡ് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ദ ലാംഡ മാക്സ് വാല്യൂ തിയററ്റിക്കലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കണം. ഫൈൻഡ് ദ ലാംഡ മാക്സ് കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സ്ട്രക്ചർ ഒന്ന് നിങ്ങളുടെ പേപ്പറിലേക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് ഇത്രയും. ദെൻ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ ഉണ്ട്, ഇത്രയും. അപ്പം ഇത്രയും നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലേക്ക് വരയ്ക്കുക. ദെൻ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോബ്ലം എല്ലാവരും ടെക്സ്റ്റ് നിങ്ങളുടെ പേപ്പറിലേക്ക് വരച്ചല്ലോ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ലാംഡ മാക്സ് കാൽക്കുലേഷൻ ചെയ്തു നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതേപോലെ ഓരോന്നായിട്ട് എഴുതുക. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ബേസ് വാല്യൂ എത്രയാണ്? അപ്പോൾ ഇവിടെ ഇപ്പം എന്താണ് റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്കിതിപ്പം സിമ്പിളായിട്ടുള്ളൊരു ഡൈയിൻ സിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടേ വന്നിട്ടുള്ളൂ. ദെയർഫോർ ഒറ്റ ആ ഒരു ഇത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസ് വാല്യൂ എത്രയാണ്? നമ്മളെടുത്ത് എഴുതണം. ബേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 214 നാനോമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ 214 നാനോമീറ്റേഴ്സ് ആണ്. ദെൻ ഇനി വേറെ എന്തെങ്കിലും ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇത് ഈ ബേസ് വാല്യൂ തന്നെ ആയിരിക്കും ഇതിൻ്റെ ലാംഡ മാക്സിമം വാല്യൂ. അപ്പോൾ ഹിയർ ദ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 214 നാനോമീറ്റേഴ്സ്. ഇതായിരിക്കും. അടുത്ത നെക്സ്റ്റ് വൺ CH3 CH സിംഗിൾ ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH3 ഇതുപോലെ എഴുതാം. ഇതിനകത്ത് എങ്ങനെ ചെയ്യും നമ്മൾ? ഹിയർ ഓൾസോ ദ ബേസ് വാല്യൂ എത്രയാണ്? ബേസ് വാല്യൂ 214. ഓക്കെ, ദെൻ ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം? അപ്പം നമ്മുടെ ഡൈയിൻ സിസ്റ്റം ഏതാ? ശരിക്കും ഡൈയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ ഡൈയിൻ സിസ്റ്റം. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഈ ഡൈയിൻ സിസ്റ്റത്തിൽ 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 നാനോമീറ്റേഴ്സ് അല്ലേ? എത്ര ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് വന്നിട്ടുണ്ട്? 2 എണ്ണം. അപ്പോൾ നമ്മൾ എഴുതണം. നിങ്ങൾ ചുമ്മാ വെറുതെ ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ പോരെ, എന്തൊക്കെയാണെന്നുള്ളതും എഴുതണം. അപ്പോൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് 2 എണ്ണം പ്രസൻ്റ് ആണ്. അപ്പോൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് വന്നാൽ നമ്മൾ എത്രയാണ് കൊടുക്കുക? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ദെയർഫോർ ലാംഡ മാക്സ് എത്രയായിട്ടായിരിക്കും വരിക? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 214 + 10. അപ്പോൾ 224 നാനോമീറ്റേഴ്സ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓരോന്നും ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യണതിന് മുന്നേ നിങ്ങളൊന്ന് നിങ്ങളുടെ പേപ്പറിൽ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ദിസ് വൺ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെയും ബേസ് വാല്യൂ എത്രയായിരിക്കും? ബേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 214 നാനോമീറ്റേഴ്സ്. ദെൻ ഇനി എന്തൊക്കെ പ്രസൻ്റ് ആണെന്ന്? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് പ്രസൻ്റ് അല്ലേ ഇവിടെ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാണ്? ഇവിടെ 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പോൾ 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അത് ഇതും. Therefore 2 alkyl substituents. Then alkyl substituents വന്നാൽ 5 × 2 that is equal to 10. Then പിന്നെ എന്ത് ഇതിനകത്തുണ്ട്? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂൻസ് അല്ലാണ്ട് ഇവിടെ റിംഗ് റെസിഡ്യൂ പ്രസൻറ്റ്. ഇവിടെ ഒരു റിംഗ് ഉണ്ട്. അപ്പോൾ ആ റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം റിംഗ് ആണ്, അത് കാരണം ഇവിടെ നമുക്ക് റിംഗ് റെസിഡ്യൂസ് എടുക്കാം. റിംഗ് റെസിഡ്യൂസ് ഏതൊക്കെ വരും? റിംഗ് റെസിഡ്യൂസ്. ഓക്കെ, റിംഗ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? ഡബിൾ ബോണ്ടിൽ
നമ്മുടെ ഡൈയിൻ സിസ്റ്റം ഇവിടെ ഏതാ, അതാദ്യം നിങ്ങളൊന്ന് എടുക്കണം. ഡൈയിൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡൈയിൻ സിസ്റ്റം ഇതല്ലേ. അപ്പോൾ ആ ഡൈയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് ഡൈയിൻ സിസ്റ്റത്തിൽ ചേർന്ന് വന്നിരിക്കുന്ന സാച്ചുറേറ്റഡ് കാർബൺസ് ഏതൊക്കെയാണ്? ഇതും ഇതും. അപ്പോൾ അത് കാരണം ഇവിടെ റിംഗ് റെസിഡ്യൂസ് 2 എണ്ണം ഉണ്ട്. റിംഗ് റെസിഡ്യൂ വന്നാൽ വാല്യൂ എത്രയാണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇത് മാത്രമേ ഉള്ളൂ? അല്ല, വേറൊരാളൂടെ ഇവിടെ പ്രസൻ്റ് ആണ്. ആരാണ്? നമ്മുടെ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഇവിടെ ഏതാ? ഇവിടെ ഒരു റിംഗ് ഉണ്ടല്ലോ. ആ റിങ്ങിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ബോണ്ട് ഇവിടെ വന്നിട്ടില്ലേ, ഈ ബോണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്തുകൂടെ? അപ്പം എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ വാല്യൂ 5. അപ്പം ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ലാംഡ മാക്സ്. അപ്പോൾ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 214 + 10 + 10 + 5 എത്ര വരും? 239 നാനോമീറ്റേഴ്സ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദിസ് വൺ. ഇത് ചെയ്തേ, തനിയെ ചെയ്യുക. നിങ്ങൾ തനിയെ ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ബേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 214. അടുത്ത് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് എന്തെങ്കിലും പ്രസൻ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേ. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും പ്രസൻ്റ് അല്ല. ദെർഫോർ ദാറ്റ്. അപ്പോൾ ഓരോന്നും നോക്കി പോയാൽ മതി. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 0 എഴുതി പോയാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. അടുത്ത് റിംഗ് റെസിഡ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? റിംഗ് റെസിഡ്യൂസ് ഇവിടെ പ്രസൻ്റ് ആണ്. നമ്മുടെ ഡൈയിൻ സിസ്റ്റം എന്ന് പറയുന്നതല്ലേ. അപ്പോൾ റിംഗ് റെസിഡ്യൂ ദിസ് വൺ, ഇതും റിംഗ് റെസിഡ്യൂ ആണ്. അപ്പോൾ 1 2 3 4 4 റിംഗ് റെസിഡ്യൂസ് ഉണ്ട്. 5 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അത് കഴിഞ്ഞാൽ അടുത്ത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഈ റിങ്ങിനും ഉണ്ട്, ഈ റിങ്ങിനും ഉണ്ട് അല്ലേ. പുറത്തേക്ക് 2 സൈഡിലും ഓരോന്നുണ്ട്. അപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് 5 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദെൻ ഇത്രയേ ഉള്ളൂ. ദെൻ ദ ലാംഡ മാക്സ്. അപ്പോൾ ഹിയർ ദ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു 214 + 20 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 244 നാനോമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇവിടെ നമ്മുടെ റിംഗ് റെസിഡ്യൂ അല്ലല്ലോ, നമ്മുടെ ഡൈയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ദിസ് വൺ. അപ്പോൾ ഇത് നമ്മുടെ ഡൈയിൻ സിസ്റ്റം. ദെൻ ഇനിയിപ്പം ഇത് നമ്മുടെ ഈ രീതിയിലൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ റിങ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇനി അടുത്ത് ചെക്ക് ചെയ്യണം, നമ്മുടെ ബേസ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഹോമോ ആനുലാർ ആണോ ഹെട്രോ ആനുലാർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹോമോ ആനുലാർ ആണോ ഹെട്രോ ആനുലാർ ആണോ? ഡബിൾ ബോൺസ് ആർ ഇൻ ഡിഫറെൻറ്റ് റിംഗ്, ദെയർഫോർ ഇറ്റ് വിൽ ബി ഹെട്രോ ആനുലാർ. അപ്പോൾ ഹെട്രോ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ബേസ് വാല്യൂ എത്ര വരും? ഹെട്രോ ആകുമ്പോൾ ബേസ് വാല്യൂ 214. ദെൻ റിംഗ് റെസിഡ്യൂ എത്രയെണ്ണം? റിംഗ് റെസിഡ്യൂ ഏതൊക്കെയായിരിക്കും? റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത് ഏതാ? 1 2 3. റിംഗ് റെസിഡ്യൂ 3 എണ്ണം. അപ്പം 5 × 3 ദാറ്റ് ഈസ് 15. അടുത്ത ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ് ഇവിടെ ഇത് ഒരെണ്ണം ആണ്. പക്ഷേ അത് നമ്മൾ കൺസിഡർ ചെയ്യുമോ? ഇല്ല, ഇത് നമ്മുടെ ഇതിനകത്ത് പാർട്ട് അല്ലാത്തതുകൊണ്ട് അത് കൺസിഡർ ചെയ്യില്ല. ദെർഫോർ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ് 0. നെക്സ്റ്റ് വൺ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ഇതിനകത്തുണ്ടോ? എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടിനും A എന്നും B എന്നും കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ റിങ് രണ്ടും വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പം റിങ് എക്ക് പുറത്തേക്കൊരു ബോണ്ട് വന്നിട്ടുണ്ട്. റിങ് ബിക്കോ ഇതിനകത്തൊന്നും വേറെ ബോണ്ടുകളില്ലല്ലോ. അപ്പം റിങ് ബിക്ക് വേറെ ആരും തന്നെ ഇല്ല. അപ്പം റിങ് എക്ക് ഒരെണ്ണം ഉണ്ട്. ദെർഫോർ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒരെണ്ണം പ്രസൻ്റ് ആണ്. ദാറ്റ് ഈസ് 5 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇനി എന്ത് ചെയ്യണം? പോളാർ ഗ്രൂപ്പ് വല്ലതും പ്രസൻ്റ് ആണോ? ഇല്ല, പോളാർ ഗ്രൂപ്പുകളൊന്നും തന്നെ ഇവിടെ പ്രസൻ്റ് അല്ല. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ മുതൽ ഞാൻ അതും കൂടെ എഴുതി പോവാണ്. പോളാർ ഗ്രൂപ്പ് പ്രസൻ്റ് അല്ല. ദെർഫോർ ദാറ്റ് ഈസ് 0. ദെർഫോർ ഹിയർ ലാംഡ മാക്സ് എത്രയായിരിക്കും? ഇവിടെ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്യുക. 214 15 + 5 വാല്യൂ വിൽ ബി എത്രയായിരിക്കും? 234 നാനോമീറ്റേഴ്സ്.
ഇതായിരിക്കും ഇതിൻ്റെ തിയററ്റിക്കൽ ലാംഡ മാക്സ് വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഈ രീതിയിലാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, ഞാൻ ചെയ്തു തരുന്ന നിങ്ങൾക്ക് ഹോംവർക്ക് ഞാൻ തരും, സെൽഫ് സ്റ്റഡി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് തരാം. ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. ഫസ്റ്റ് എന്താണ്, ഹോമോയാണോ ഹെട്രോയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ ഹോമോ ആണോ ഹെട്രോ ആണോ? ദ ഡബിൾ ബോൺസ് ആർ ഇൻ ഡിഫറെൻറ്റ് റിംഗ്, ദെയർഫോർ ഇറ്റ് ഈസ് ഹെട്രോ അല്ലേ, ഹെട്രോ ആണ്. അപ്പം ഹെട്രോ ആകുമ്പോൾ അതിൻ്റെ ബേസ് വാല്യൂ എത്രയായിരിക്കും? ബേസ് വാല്യൂ 214 നാനോമീറ്റേഴ്സ്. ദെൻ ബേസ് വാല്യൂ 214 നാനോമീറ്റേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എഴുതേണ്ടത് റിംഗ് റെസിഡ്യൂ. റിംഗ് റെസിഡ്യൂ ഏതൊക്കെയാണ്? റിംഗ് റെസിഡ്യൂ നമ്മുടെ ഡൈയിൻ സിസ്റ്റം നിങ്ങളൊന്ന് എപ്പോഴും എടുക്കുമ്പം തെറ്റിപ്പോരുത്. ഡൈയിൻ സിസ്റ്റം ഇതാണ്. അപ്പം റിംഗ് റെസിഡ്യൂ ഏതൊക്കെയായിരിക്കും? 1, 2, 3 and 4. 4 റിംഗ് റെസിഡ്യൂസ്. അപ്പോൾ 5 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ദെൻ പിന്നെന്താ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ്. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഇവിടെ പ്രസൻ്റ് ആണോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, 0. ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോൺസ് ഇവിടെ പ്രസൻ്റ് ആണോ? എക്സോസൈക്ലിക് ഡബിൾ ബോൺസ് പുറത്തേക്ക്, ഇപ്പോൾ ഈ റിംഗ് എന്ന് പറയുന്നതിനകത്ത് അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഈ പുറത്തേക്ക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പുറത്തെ ബോണ്ടിലും ഇപ്പുറത്തെ റിങ്ങിലും, ഈ 2 റിങ്ങിലും പുറത്തേക്ക് ഡബിൾ ബോണ്ട് ഇല്ലല്ലോ. അപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോൺസ് ഒന്നും തന്നെ ഇവിടെ പ്രസൻ്റ് അല്ല, 0. ദെൻ പോളാർ ഗ്രൂപ്പ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പോളാർ ഗ്രൂപ്പും പ്രസൻ്റ് അല്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടെ ലാംഡ മാക്സ് ഇപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. ദെയർഫോർ ലാംഡ മാക്സ് എത്രയായിരിക്കും? 214 + 20 എത്രയായിരിക്കും? 234 നാനോമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദിസ് വൺ. ഇതൊന്ന് ചെയ്തേ. ഇവിടെയും ഫസ്റ്റ് ചെയ്യേണ്ടത് ഹോമോ ആണോ ഹെട്രോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഹിയർ ഹോമോ ആണോ ഹെട്രോ ആണോ? സെയിം റിങ്ങിലല്ലേ വന്നിരിക്കുന്നത്, ദെയർഫോർ ഹോമോ. അപ്പോൾ ഹോമോ ആനുലാർ ആണെങ്കിൽ അതിൻ്റെ ബേസ് വാല്യൂ എത്രയാണ്? ബേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 253 നാനോമീറ്റേഴ്സ്. ബേസ് വാല്യൂ 253. ദെൻ റിംഗ് റെസിഡ്യൂ ആണ് സെക്കൻഡ് വൺ. റിംഗ് റെസിഡ്യൂ രണ്ടാമത് എഴുതണം. അപ്പോൾ റിംഗ് റെസിഡ്യൂ കൺസിഡർ ചെയ്യാൻ നമ്മുടെ ഡൈയിൻ സിസ്റ്റം നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഡൈയിൻ സിസ്റ്റം നിങ്ങളങ്ങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈയിൻ സിസ്റ്റമോ കോൺജുഗേറ്റഡ് സിസ്റ്റമോ ഉണ്ടെങ്കിൽ അതങ്ങ് മാർക്ക് ചെയ്താൽ നമുക്ക് റിംഗ് റെസിഡ്യൂ ഒക്കെ എഴുതാൻ എളുപ്പമോ. അപ്പോൾ നമ്മൾ ഡൈയിൻ സിസ്റ്റം ഒക്കെ, ദെൻ റിംഗ് റെസിഡ്യൂ കൗണ്ട് ചെയ്യാമല്ലോ. 1, 2, 3, 4 റിംഗ് റെസിഡ്യൂ. ഹിയർ 4 റിംഗ് റെസിഡ്യൂസ് ഉണ്ട്. അപ്പോൾ 5 × 4 ദാറ്റ് ഈസ് 20. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഉണ്ടോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഒരുപാട് എണ്ണം ഉണ്ട്. പക്ഷേ ഇത് ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇതെടുക്കാൻ കഴിയില്ല, ഇത് പറ്റത്തില്ല, ഇതും പറ്റത്തില്ല. അപ്പോൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസിൻ്റെ വാല്യൂ 0. ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ഏതെങ്കിലും ഉണ്ടോ? എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് എടുക്കാൻ ഞാൻ പറഞ്ഞു തന്നാ എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ ഇതിനെ അങ്ങ് നെയിം ചെയ്യുക, ABC, എന്നിട്ട് ഓരോരോ റിങ്ങുകളായിട്ട് പുറത്തേക്ക് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റിംഗ് എക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇതേ പുറത്തേക്കുണ്ട്. ഓക്കെ, റിംഗ് ബിക്ക് പുറത്തേക്ക് ഡബിൾ ബോണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് ഡബിൾ ബോണ്ടോ ഇങ്ങോട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം റിംഗ് ബിക്ക് ഒന്നുമില്ല. റിംഗ് സിക്ക് ഇതേ താഴേക്ക് ഒരെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ആർ പ്രസൻറ്റ്. ദെയർഫോർ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ 5 × 2. ഓക്കെ, അപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് 5 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദെൻ പോളാർ ഗ്രൂപ്പ്സ് ഉണ്ടോ? ഇല്ല, പോളാർ ഗ്രൂപ്പ്സ് പ്രസൻ്റ് അല്ല. അതുപോലെ ഒരാളെയും കൂടെ ഇനി മുതൽ ചെക്ക് ചെയ്ത് പോകണം, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. അത് ഞാൻ നേരത്തെ മുതൽ അവിടെ ഒന്നും ഇല്ലായിരുന്നു, ഇവിടെയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കണ്ട, നമുക്ക് ഞാനത് വിട്ടുപോയി. ദെയർഫോർ അപ്പോൾ അത്രയേ ഉള്ളൂ. ദെയർഫോർ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, 253 + 20 + 10 എത്രയായിരിക്കും? 283 നാനോമീറ്റേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നതിനെ നോക്കി മനസ്സിലാക്കിയിട്ട് തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ,
ചെയ്തേ. ഹോമോ ഓർ ഹെട്രോ ഏതായിരിക്കും? ഹോമോ ആണോ ഹെട്രോ ആണോ? ദിസ് വൺ ഹെട്രോ. അപ്പോൾ ഹെട്രോ. ദെൻ ബേസ് വാല്യൂ 214 നാനോമീറ്റേഴ്സ്. ഓക്കെ. ദെൻ റിംഗ് റെസിഡ്യൂ എത്രയായിരിക്കും? റിംഗ് റെസിഡ്യൂ എടുക്കാമല്ലോ. റിംഗ് റെസിഡ്യൂ എങ്ങനെയാണ്? ആദ്യമേ നമ്മുടെ ഡൈയിൻ സിസ്റ്റം ഏതാ? ഇത് അല്ലേ? കോൺജുഗേറ്റഡ് നമ്മുടെ ഡൈയിൻ സിസ്റ്റം നമ്മളെടുത്തു. ഈ ഡൈയിൻ സിസ്റ്റത്തിന് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ റിംഗ് റെസിഡ്യൂ എടുക്കാമല്ലോ. റിംഗ് റെസിഡ്യൂ ദിസ് ആൻഡ് ദിസ്, 2 റിംഗ് റെസിഡ്യൂസ് ആർ പ്രസൻറ്റ് ഹിയർ. ദെർഫോർ 5 × 2 = 10. ദെൻ അറ്റ് ദ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ് കണ്ട ഉടനെ ചാടി എടുക്കരുത്. നമ്മുടെ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലല്ലല്ലോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ്. ദെർഫോർ 0. ഓക്കെ. അടുത്ത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ഇല്ലേ? നമ്മുടെ ഈ റിങ്ങിനെ എ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബോണ്ട് പുറത്തേക്കല്ലേ? അപ്പോൾ എക്സോസൈക്ലിക് റിങ്സ് ഒരെണ്ണം പ്രസൻ്റ് ആണ്. ദെർഫോർ 5 × 1 = 5. ഓക്കെ. പോളാർ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, പോളാർ ഗ്രൂപ്പ് പ്രസൻ്റ് അല്ല. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഒന്നുമില്ല, ആകെ ഡൈയിൻ സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ദ ടോട്ടൽ ലാംഡ മാക്സ് = ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 229 നാനോമീറ്റേഴ്സ് അല്ലേ? ഓക്കെ. 229 നാനോമീറ്റേഴ്സ്. ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ദിസ് വൺ ഇതൊന്ന് ചെയ്തേ. ഇവിടെ ബേസ് വാല്യൂ എത്രയാണ്? റിങ്ങിൻ്റെ പാർട്ടായിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് റിങ് അല്ലാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് വാല്യൂ എപ്പോഴും 214 ആയിരിക്കും. ഓക്കെ. റിങ് ഉള്ള കോമ്പൗണ്ടുകൾക്ക് മാത്രമേ നമ്മൾ ഹോമോ ആണോ ഹെട്രോ ആണോ നോക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ റിങ് അല്ലല്ലോ. ദെർഫോർ ബേസ് വാല്യൂ എത്രയാണ്? ബേസ് വാല്യൂ 214 നാനോമീറ്റേഴ്സ്. ദെൻ ബേസ് വാല്യൂ 214 നാനോമീറ്റേഴ്സ് ആണെങ്കിൽ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഏതാണ്? ഇവിടെ ഇപ്പോൾ നമുക്ക് റിംഗ് അല്ലാത്തതുകൊണ്ട് റിംഗ് റെസിഡ്യൂസ് എടുക്കാൻ പറ്റില്ല. ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നതിനെല്ലാം നമ്മൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ റിംഗ് അല്ലാത്തതുകൊണ്ട് റിംഗ് റെസിഡ്യൂ നോക്കണ്ട. ഹിയർ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഡൈയിൻ സിസ്റ്റം. ഓക്കെ. ഡൈയിൻ സിസ്റ്റം കഴിഞ്ഞിട്ട് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസോ ഈ പുറത്തേക്ക് പോയി ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഡൈയിനിലല്ലേ ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിനെ നമുക്ക് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് എടുക്കാം. ഇത് 3. അപ്പോൾ അത് കാരണം 5 × 1 = 5. ഇവിടെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉണ്ടോ? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. പക്ഷേ ഇതിനെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ആണ് ഇതെന്ന് പറയാമായിരുന്നു. ഈ സൈഡിൽ കൂടെ വന്നാലും പറ്റില്ല. ഇവിടെ സിംഗിൾ ബോണ്ട് 3 സിംഗിൾ ബോണ്ട് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അത് കാരണം ഇവിടെയും ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ 0 ആണ്. ദെൻ പോളാർ ഗ്രൂപ്പും 0. പിന്നെ സൈക്ലിക് സിസ്റ്റം ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് അതെടുക്കണ്ട. ദെർഫോർ ഹിയർ ദ ലാംഡ മാക്സ് എത്രയായിരിക്കും? ലാംഡ മാക്സ് = 214 + 5 എത്രയാണ്? 219 നാനോമീറ്റേഴ്സ്. ഓക്കെ. ഇത് ചെയ്തേ. ഓക്കെ. ദിസ് വൺ. ഓക്കെ. ഇവിടെയും കൂടെ ഓരോ ബോണ്ടുണ്ട് എങ്കിലും കറക്റ്റ്. ഓക്കെ. അപ്പോൾ ദിസ് വൺ ഇതൊന്ന് ചെയ്തേ. ഇത് ഹോമോ ആണോ ഹെട്രോ ആണോ? ഫസ്റ്റ് ചെക്ക് ചെയ്തേ. ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ ഹോമോ ആനുലാറും വന്നിട്ടുണ്ട്, ഹെട്രോ ആനുലാറും വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഹോമോ, അല്ലാണ്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഹെട്രോ, രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കുക? ഹോമോ. ഇപ്പോൾ രണ്ടും പ്രസൻ്റ് ആണെങ്കിൽ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് എ ഹോമോ ആണെങ്കിൽ അതിൻ്റെ ബേസ് വാല്യൂ എത്രയായിരിക്കും? ബേസ് വാല്യൂ is equal to 253 nanometers. Okay. Then ring residue
റിംഗ് റെസിഡ്യൂ ഏതൊക്കെയായിരിക്കും? ഇവിടെ ഇപ്പോൾ നമ്മൾ റിംഗ് റെസിഡ്യൂ എടുക്കണമെങ്കിൽ നമ്മുടെ കോൺജുഗേറ്റഡ് സിസ്റ്റം, ഡൈയിൻ സിസ്റ്റം ഇവിടെ ഇതാണെന്ന് എഴുതിയിട്ട് ഡൈയിൻ സിസ്റ്റം മാത്രം എടുക്കരുത്. കോൺജുഗേറ്റഡ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. കോൺജുഗേറ്റഡ് സിസ്റ്റം കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിംഗ് റെസിഡ്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, ഇതും അതിൻ്റെ പാർട്ടാണ് 5. ഓക്കെ, റിംഗ് റെസിഡ്യൂസ് കൗണ്ട് ചെയ്യുമ്പോൾ ഒന്നും കളഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 റിംഗ് റെസിഡ്യൂസ്, ദാറ്റ് ഈസ് 5 × 5 is equal to 25. Then here alkyl substituents ഉണ്ടോ? Alkyl substituents are not present here, that is 0. Then exocyclic double bonds. Exocyclic double bonds ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ആദ്യം ഓരോ റിങ്ങിനും നമ്മൾ നെയിം ചെയ്യും. അത് കഴിഞ്ഞിട്ടൊന്ന് വരച്ചു നോക്കിയേ. റിംഗ് എക്ക് പുറത്തേക്കൊരു ബോണ്ട് ഉണ്ട്. റിംഗ് ബിക്കോ? റിംഗ് ബിക്ക് ഇതേ മുകളിലേക്കൊരു ബോണ്ടില്ലേ? റിംഗ് ബി. ആൻഡ് റിംഗ് സി എന്ന് പറയുന്നത് ഇത്. അപ്പം റിംഗ് സിക്ക് ഇതേ താഴേക്കൊരു ബോണ്ടുണ്ട്. അപ്പം ഇവിടെ 3 എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഹിയർ. ദാറ്റ് ഈസ് 5 × 3 is equal to 15. ഓക്കെ, ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഉണ്ടോ? ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഈസ് പ്രസൻറ്റ് ഹിയർ. എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ ഹോമോ ആനുലാർ ഡൈയിൻ സിസ്റ്റം ഏതായിരുന്നു? നമ്മുടെ ഹോമോ ആനുലാർ ഡൈയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ദേ ഇതല്ലേ, നമ്മുടെ ഹോമോ ആനുലാർ ഡൈയിൻ സിസ്റ്റം. ഈ ഹോമോ ആനുലാർ ഡൈയിൻ സിസ്റ്റം അല്ലാതെ ഇതിനെ കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഡബിൾ ബോണ്ട്സ്, ഒരു സിംഗിൾ ബോണ്ടിൻ്റെ സെപ്പറേഷൻ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ദെൻ ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ ഒരെണ്ണമാണ്. അതുപോലെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. അപ്പോൾ 2 ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഡബിൾ ബോണ്ട്? 2. ദാറ്റ് ഈസ് ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ 30 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 നാനോമീറ്റേഴ്സ്. ദെൻ പോളാർ ഗ്രൂപ്പ് ഉണ്ടോ? പോളാർ ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്? ഇല്ല, പോളാർ ഗ്രൂപ്പ്സ് ആർ നോട്ട് പ്രസൻറ്റ്. ദെൻ ഹിയർ ലാംഡ മാക്സ് എത്രയായിരിക്കും? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു, ആഡ് ചെയ്യുക, 53, 25, 15, 60, ദാറ്റ് ഈസ് 353 നാനോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതെടുക്കുന്ന മനസ്സിലായല്ലോ, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. ഇവിടെയും ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഹോമോ ആണോ. ഞാൻ ഈ ഒരുപാടെണ്ണം ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കതൊന്ന് തറവാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ ഹിയർ ഹോമോ ഓർ ഹെട്രോ, ബോത്ത് ആർ പ്രസൻറ്റ് അല്ലേ? ഹോമോ ഇത് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോമോ, ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹെട്രോ. ദെൻ നമ്മുടെ എടുക്കുന്ന ബേസ് വാല്യൂ ഏതിൻ്റെ എടുക്കും? വി വിൽ കൺസിഡർ ഇറ്റ് ആസ് എ ഹോമോ ആനുലാർ സിസ്റ്റം. ഹോമോ ആയിട്ട് എടുക്കും. ഹോമോ ആണെങ്കിൽ അതിൻ്റെ ബേസ് വാല്യൂ എത്രയായിരിക്കും? ഹോമോ ആനുലാർ ആകുമ്പോൾ ബേസ് വാല്യൂ 253 നാനോമീറ്റേഴ്സ്. ദെൻ റിംഗ് റെസിഡ്യൂ എഴുതണം. അപ്പോൾ നമ്മൾ റിംഗ് റെസിഡ്യൂ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആദ്യം നമ്മുടെ കോൺജുഗേഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. കോൺജുഗേഷൻ മാർക്ക് ചെയ്തു. കോൺജുഗേഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം റിംഗ് റെസിഡ്യൂസ് കൗണ്ട് ചെയ്തൂടെ? 1, 2, 3. 3 റിംഗ് റെസിഡ്യൂസ് അല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് 5 × 3 is equal to 15. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ നോട്ട് പ്രസന്റ്. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല ഇവിടെ. ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ഉണ്ടോ? എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്? നമ്മൾ എഴുതി നോക്കണം. അപ്പം എക്സോസൈക്ലിക് റിംഗ് എക്ക് പുറത്തേക്ക് ബോണ്ടുകളൊന്നും തന്നെ ഇല്ല അല്ലേ? പക്ഷേ റിംഗ് ബി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരെണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ റിംഗ് സിക്ക് ഇങ്ങോട്ടുണ്ടോ? ഇല്ല. അത് കാരണം ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണ്. ദാറ്റ് ഈസ് 5 × 1 is equal to 5. ഓക്കെ, ദെൻ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് ഇതെല്ലാം ചെക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് അതേ ഓർഡറിൽ പഠിക്കണം. അതെല്ലാത്തിനും ചെക്ക് ചെയ്ത് പോവുകയും വേണം. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഹോമോയാണ്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞത് ഇതല്ലേ നമ്മുടെ ഹോമോ ആനുലാർ സിസ്റ്റം. ഈ ഹോമോ ആനുലാർ സിസ്റ്റം അല്ലാണ്ട്
എക്സ്ട്രാ എത്രയും വന്നിട്ടുണ്ടോ? ദേ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അത് കാരണം വി വിൽ കൺസിഡർ ദിസ് ആസ് എ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ. ഇഫ് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ആർ പ്രസൻറ്റ് ദെൻ വി വിൽ ഗീവ് ദി ഇൻക്രിമെൻറ്റ് വാല്യൂ എത്രയാണ്? 30. ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 30 × 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 30 നാനോമീറ്റേഴ്സ്. ഓക്കെ, ദെൻ ഇനി ഒരാളും കൂടെ ഇവിടെ പ്രസൻ്റ് ആണ്. ദേ OAC. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ പോളാർ ഗ്രൂപ്പ്. അപ്പോൾ പോളാർ ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ്. OAC എന്ന് പറയുന്ന പോളാർ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. നമ്മൾ ആ ടേബിളിൽ പോളാർ ഗ്രൂപ്പിന് വന്നു കഴിഞ്ഞാൽ വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓരോ പോളാർ ഗ്രൂപ്പിനും പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്. OAC ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയെന്നാ ടേബിളിലുള്ളത്? OACക്ക് വാല്യൂ 0 ആണ്. നിങ്ങൾ ആ ടേബിൾ നോക്കിയാൽ മതി. പഠിക്കാൻ പറഞ്ഞതാ. OACയുടെ വാല്യൂ ഇസ് 0 നാനോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. Therefore നമുക്കിവിടെ ടോട്ടൽ ലാംഡ മാക്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഈ നമുക്കിവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 303 നാനോമീറ്റേഴ്സ്. ഇതായിരിക്കും 303 നാനോമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദിസ് വൺ. ഇത് തനിയെ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഹോമോ ഓർ ഹെട്രോ? ഹോമോ ഓർ ഹെട്രോ ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ഹോമോ. അപ്പോൾ ഹോമോ ആനുലാർ ആണ്. ഹോമോ ആനുലാർ ഡൈൻ ആയത് കാരണം നമ്മുടെ ബേസ് വാല്യൂ എത്രയായിരിക്കും? ബേസ് വാല്യൂ 253 നാനോമീറ്റേഴ്സ്. ഓക്കെ, ദെൻ റിംഗ് റെസിഡ്യൂ ഏതായിരിക്കും? അപ്പോൾ നമ്മൾ റിംഗ് റെസിഡ്യൂ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റിംഗ് റെസിഡ്യൂ ഹിയർ 1, 2 and 3 മൂന്നെണ്ണം വരും. അപ്പോൾ 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ദെൻ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഉണ്ടോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് പ്രസൻ്റ് ആണോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഇവിടെ കൊണ്ട് അതൊന്നും നോക്കണ്ട. കാരണം ഇവിടെ ഒരാൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻറ്റ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡൈയിൻ സിസ്റ്റത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് therefore this is considered as an alkyl substituent. ഇതിനെ നമ്മൾ എടുക്കും. അപ്പോൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 5 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ABC എന്ന് കൗണ്ട് ചെയ്യുക. ചുമ്മാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല എക്സോസൈക്ലിക് ഉണ്ടോ ഇല്ലേന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. ജസ്റ്റ് വരച്ചു നോക്കുക. റിംഗ് എക്ക് പുറത്തേക്കൊന്നുമില്ല. അതേസമയം റിംഗ് ബിക്ക് ഇതേ ഇവിടെ വെളിയിലേക്ക് ഒരു ബോണ്ട് വന്നിട്ടുണ്ട്, റിംഗ് ബി അല്ലേ. അപ്പോൾ റിംഗ് സിക്ക് ആണെങ്കിലോ, സിക്ക് പുറത്തേക്കൊന്നും വേറെ ബോണ്ട് ഇങ്ങോട്ടോ ഒന്നുമില്ല. അപ്പം റിംഗ് ബിക്ക് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഒരു എക്സോസൈക്ലിക് ബോണ്ട് ഈസ് പ്രസൻറ്റ് ഹിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദെൻ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ആകെ 2 ബോണ്ടേ ഉള്ളൂ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഇല്ല. പോളാർ ഗ്രൂപ്പ് പ്രസൻ്റ് അല്ല, കാരണം നമ്മുടെ കോൺജുഗേഷനിലൊന്നും ആരും വന്നിട്ടില്ല. ഓക്കെ, ദെൻ ഹിയർ ദ ലാംഡ മാക്സ് വാല്യൂ എത്രയായിരിക്കും? therefore ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ആഡ് ചെയ്യുക, വി വിൽ ഗെറ്റ് 278 നാനോമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ CH3 ഇത് 6 ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് ഹോമോ ഓർ ഹെട്രോ ബോത്ത് ആർ പ്രസൻറ്റ്. സോറി, രണ്ടും പ്രസൻ്റ് അല്ല. ഇറ്റ് ഈസ് ഹെട്രോ ആനുലാർ അല്ലേ? രണ്ടും പ്രസൻ്റ് അല്ല. ഓക്കെ, ദെൻ ഹെട്രോ ആനുലാറിൻ്റെ ബേസ് വാല്യൂ, ഹെട്രോ ആനുലാർ ആകുമ്പോൾ ബേസ് വാല്യൂ 214. ഇത് ഞാൻ വീണ്ടും ഒരുപാട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കതൊന്ന് ക്ലിയർ ആവാനാണ്. അപ്പോൾ ദെൻ റിംഗ് റെസിഡ്യൂ ഇസ് ഈക്വൽ ടു റിംഗ് റെസിഡ്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഡൈയിൻ സിസ്റ്റത്തെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഡൈയിൻ സിസ്റ്റത്തെ മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ റിംഗ് റെസിഡ്യൂ എങ്ങനെ എഴുതും? ഓക്കെ, റിംഗ് റെസിഡ്യൂ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. റിംഗ് റെസിഡ്യൂ വേറെ ഇല്ലല്ലോ. റിംഗ് റെസിഡ്യൂസ് 5 റിംഗ് റെസിഡ്യൂസ് ആർ പ്രസൻറ്റ്. 5 ഇല്ലേ? 1, 2, 3, 4 and 5. ഓക്കെ, 5 റിംഗ് റെസിഡ്യൂസ് ആർ പ്രസൻറ്റ്. 5 എണ്ണം ഉണ്ട്. 5 വരുമ്പോൾ 5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് നമ്മുടെ ഇതിനകത്ത് ആരും ഇല്ലല്ലോ. therefore 0. ദെൻ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ്.
എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ്. അപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് കണ്ടുപിടിക്കാൻ ABCD. ഓക്കെ, വരച്ചു നോക്കിയേ ഓരോന്നായിട്ട്. റിംഗ് എക്ക് എങ്ങോട്ടാ? റിംഗ് എക്ക് പുറത്തേക്ക് ബോണ്ടുകളൊന്നുമില്ല, അപ്പോൾ അത് വേണ്ട. ദെൻ റിംഗ് ബി കൺസിഡർ ചെയ്യുമ്പോൾ റിംഗ് ബിക്ക് ഇതേ വെളിയിലേക്ക് ഇവിടേക്ക് ഈ സൈഡിലേക്ക് ഒരെണ്ണം ഉണ്ട്. ഓക്കെ, റിംഗ് ബി. ഓക്കെ, അത് മാത്രമാണോ? റിംഗ് ബിക്ക് ഇവിടേക്കും ഉണ്ട്. ദേ ഈ ബോണ്ടിൽ മുകളിലോട്ട് ഒരെണ്ണം വന്നിട്ടില്ലേ? ഇവിടെയും ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഓക്കെ, അത് റിംഗ് ബി. ദെൻ റിംഗ് സിക്കോ? റിംഗ് സിക്ക് പുറത്തേക്ക് ഇങ്ങോട്ടൊന്നും ബോണ്ടില്ല. അതേസമയം റിംഗ് ഡിക്ക് ഉണ്ട്. റിംഗ് ഡിക്ക് എങ്ങോട്ടേക്കാണ്? റിംഗ് ഡി എന്ന് പറയുന്നത് ഇതല്ല, 5 മെമ്പേർഡ് റിംഗ്. 5 മെമ്പേർഡ് റിംഗ്. അപ്പോൾ ഈ 5 മെമ്പേർഡ് റിങ്ങിന് ഇതേ ഇവിടെ ഒരെണ്ണം ഇല്ലേ? റിംഗ് സിക്കില്ല, റിംഗ് ഡിക്ക് ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 3 എണ്ണം ഉണ്ട്. അപ്പം നമ്മുടെ എക്സോസൈക്ലിക് വരുവാണെങ്കിൽ 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഇത് ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്? റിംഗ് ബിക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാർബണിൽ വെളിയിലേക്കുണ്ട്, അതുപോലെ തന്നെ ഈ കാർബണിലും പുറത്തേക്കുണ്ട്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേസമയം റിംഗ് എക്ക് പുറത്തേക്ക് വേറെ ബോണ്ടുകളൊന്നുമില്ല, റിംഗ് സിക്കും ഇല്ല. പക്ഷേ റിംഗ് ഡി ആയിട്ടുള്ള ഈ 5 മെമ്പേർഡ് റിങ്ങിന് ഒരെണ്ണം ഈ സിയിലേക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടായി. അടുത്ത ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ പ്രസൻ്റ് അല്ലേ? ഏതാണ് നമ്മൾ നോക്കേണ്ടത്? ഡബിൾ ബോണ്ട് നമുക്ക് ഹെട്രോ അല്ലേ? അപ്പോൾ ഇതെടുത്തു. ഇതല്ലാണ്ട് ഒരു ഡബിൾ ബോണ്ട് ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുമല്ലേ? therefore double bond extended conjugation is present here. Therefore we will give the value 30. That is equal to 30 nanometers. പോളാർ ഗ്രൂപ്പ് പ്രസൻ്റ് ആണോ? അല്ല. ഈ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദെൻ ലാംഡ മാക്സ് എത്രയായിരിക്കും? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 284 നാനോമീറ്റേഴ്സ്. 284 നാനോമീറ്റേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദിസ് വൺ ചെയ്തേ. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെയും ഹോമോ ഓർ ഹെട്രോ? ദിസ് വൺ ഹോമോ ഓർ ഹെട്രോ? ദിസ് ഈസ് ഹെട്രോ. ഓക്കെ, അപ്പോൾ ഹെട്രോ ആവുമ്പോൾ ബേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 214. ദെൻ റിംഗ് റെസിഡ്യൂ ഇസ് ഈക്വൽ ടു, നമുക്ക് റിംഗ് റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത് 1 2 3. അപ്പോൾ റിംഗ് റെസിഡ്യൂസ് 3 എണ്ണം. ദാറ്റ് ഈസ് 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഓക്കെ, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ? ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് പ്രസൻ്റ് ആണോ? ഇല്ല, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല. ദെൻ പിന്നെ ആരുണ്ട്? ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ പ്രസൻ്റ് ആണോ? ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷനും നോക്കണ്ട. അത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കണം. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് A and B. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ഏതൊക്കെയാണ്? നമ്മുടെ റിംഗ് എക്ക് പുറത്തേക്ക് ഒരെണ്ണം ഉണ്ട്. അതുപോലെ റിംഗ് ബിക്ക് വെളിയിലേക്കില്ലല്ലോ. അപ്പോൾ ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടേ ഉള്ളൂ. ദാറ്റ് ഈസ് 5 × 1 ഇസ് ഈക്വൽ ടു 5. ദെൻ പോളാർ ഗ്രൂപ്പ് പ്രസൻ്റ് ആണ് ഇവിടെ. പോളാർ ഗ്രൂപ്പ് ഏതാണ്? ദേ ഇവിടെ പോളാർ ഗ്രൂപ്പ് OCH3 CH2CH3. ദിസ് ഇസ് എ പോളാർ ഗ്രൂപ്പ്. അപ്പോൾ പോളാർ ഗ്രൂപ്പ് ദിസ് ഈസ് OR പോളാർ ഗ്രൂപ്പ്. OR വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് വാല്യൂ അല്ല, അതിൻ്റെ ഇൻക്രിമെൻ്റ് വാല്യൂ ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 6 നാനോമീറ്റർ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതും കൂടെ എടുക്കാം. ഇത് പോളാർ ഗ്രൂപ്പ് അല്ലേ? ദിസ് വൺ OR. ഓക്കെ, ദെൻ ഇതിൻ്റെ ലാംഡ മാക്സ് വാല്യൂ എത്രയായിരിക്കും? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ആഡ് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് 240 നാനോമീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇസ് ദിസ് എ ഹോമോ ഓർ ഹെട്രോ? ദിസ് ഇസ് എ ഹോമോ അനുലാർ ഡൈനാണ്. അപ്പോൾ ദെയർഫോർ ദ ബേസ് വാല്യൂ എത്രയായിരിക്കും? ബേസ് വാല്യൂ
253 nanometers. Then ring residue ഏതൊക്കെ എടുക്കും നമ്മുടെ റിംഗ് റെസിഡ്യൂ കൺസിഡർ ചെയ്യാൻ? ഓക്കെ, റിംഗ് റെസിഡ്യൂ ഏതെടുക്കാം നമ്മൾ? 1 2 3 4 4 റിംഗ് റെസിഡ്യൂസ് അല്ലേ? 4 റിംഗ് റെസിഡ്യൂ. therefore 5 × 4 is equal to 20. then alkyl substituents present ആണോ? ഇല്ല, alkyl substituents ഒന്നും present അല്ല. then exocyclic double bonds എപ്പോഴും അത് നോക്കിക്കോളണം. കാരണം അത് നമുക്ക് ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വരച്ചു നോക്കുക. ഇപ്പോഴും അതെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പം എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് എങ്ങനെ നോക്കാം? ഫസ്റ്റ് എ ബി സി ഡി ഓരോന്നായിട്ട് വരച്ചു നോക്കിയേ. റിംഗ് എക്ക് പുറത്തേക്ക് ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്. റിംഗ് ബിക്ക് പുറത്തേക്ക് ബോണ്ടുകളൊന്നുമില്ല. അതേസമയം റിംഗ് സിക്ക് ഒരു ബോണ്ടുണ്ട്. റിംഗ് സി കൺസിഡർ ചെയ്യാൻ താഴേക്ക് ഒരു ബോണ്ടുണ്ട്. അപ്പോൾ 2 എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഹിയർ. ദാറ്റ് ഈസ് 5 × 2 is equal to 10. ദെൻ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ ഒന്നുമില്ല, ആകെ ഡൈൻ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. പോളാർ ഗ്രൂപ്പ്സ് ആർ നോട്ട് പ്രസൻറ്റ്. അതുമെല്ലാം എഴുതിക്കൊള്ളണം കേട്ടോ. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ 0. പോളാർ ഗ്രൂപ്പ് 0. therefore നമുക്ക് നമ്മുടെ ലാംഡ മാക്സ് വാല്യൂ എത്രയാണെന്ന് എഴുതാം, ആഡ് ചെയ്യുക. then we will get 283 nanometers. കൗണ്ട് ചെയ്ത് ഒന്നൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കൊള്ളണം കേട്ടോ. 283 nanometers. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതുപോലെ ഓരോ സ്ട്രക്ചറുകൾ എടുത്ത് നിങ്ങൾ ലാംഡ മാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഡൈയിൻ സിസ്റ്റത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാംഡ മാക്സ് ആദ്യം ഹോമോ ആണോ ഹെട്രോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് റിലേറ്റ് ചെയ്ത് ബേസ് വാല്യൂ കൊടുക്കുക. റിംഗ് റെസിഡ്യൂ ഉണ്ടോ എന്ന് നോക്കുക. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ്, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ, പോളാർ ഗ്രൂപ്പ് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ട് നോക്കുക. കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ ആഡ് ചെയ്ത് വി വിൽ ഗെറ്റ് ലാംഡ മാക്സ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലംസ് ഇപ്പോൾ ചെയ്ത് നോക്കി ലാംഡ മാക്സ് കാൽക്കുലേഷൻ. അപ്പോൾ അതൊരു ഏകദേശം 10-15 എണ്ണം നമ്മൾ ചെയ്തല്ലോ. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്ത് തന്നിരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ പേപ്പറിലേക്ക് വരച്ച് തനിയെ ചെയ്ത് അതിൻ്റെ ലാംഡ മാക്സ് വാല്യൂ മാത്രമല്ല സ്റ്റെപ്പ് ഉൾപ്പെടെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഈ 5 എണ്ണം കഴിഞ്ഞിട്ടില്ല. ദെൻ ദിസ് വൺ ഓൾസോ. ഇതെന്ന് പറയുന്നത് ഈ രീതിയിൽ വേണമെങ്കിലും വരാം. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യനോ അങ്ങനെയൊക്കെ. അതായത് അബ്സോർപ്ഷൻ മാക്സിമം, അതായത് ലാംഡ മാക്സ് വാല്യൂ തന്നിട്ട് 2-3 എക്സാമ്പിൾസ് തരും. ഇതിലേത് റിലേറ്റഡ് ടു വിച്ച് വൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ 3ഉം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആൻസർ മാത്രം പോരാ, 3 ഇപ്പം ABC ഉണ്ടെങ്കിൽ ABC ലാംഡ മാക്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ഓരോന്നും നിങ്ങൾ ചെയ്ത് എഴുതി എനിക്ക് അതിൻ്റെ ആൻസർ ഇത് 2ൻ്റെയും കൂടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. നമ്മളിപ്പോൾ ലാംഡ മാക്സ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണിത്. നന്നായിട്ട് ചെയ്തു നോക്കി പഠിച്ചോളണം. ഓക്കെ, ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്